ഏകദേശം എന്തായാലും ഒരു 10 ഡിസേർട്സ് എങ്കിലും കഴിക്കാൻ പറ്റുമോ നോക്കണം. ഇതാ മുറിക്കുമ്പോഴുള്ള സൗണ്ട് കേട്ടോ കണ്ടാ. ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇന്ന് വളരെ ഒരു സ്വീറ്റ് ഡേ ആയിരിക്കും, കാരണം ഇന്ന് നമ്മൾ കഴിക്കാൻ പോകുന്നത് ഓൺലി ഡിസേർട്സ് ആണ്. എന്താ റെഡി അല്ലേ? മധുരത്തിന്റെ ഹൈയിൽ പോകാനായിട്ട് ഏകദേശം എന്തായാലും ഒരു 10 ഡിസേർട്സ് എങ്കിലും കഴിക്കാൻ പറ്റുമോ നോക്കണം. എനിക്ക് മധുരം എത്ര വേണമെങ്കിലും കഴിക്കാം. അതൊന്നും എനിക്ക് കുഴപ്പമില്ല. വ്ളോഗ് ചെയ്ത ടൈമിൽ നമ്മൾ അതൊക്കെ പറഞ്ഞത് നല്ല ആസ്വദിച്ച് കഴിക്കുന്നതായിരിക്കും. സോ ഏറ്റവും പോപ്പുലർ സ്ഥലത്ത് നിന്ന് തന്നെ തുടങ്ങാം. നേരെ മഗ്നോളിയയിൽ പോവാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കണ്ട് അത് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് സ്ഥലങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്, അതിൻ്റെയൊക്കെ നമ്മൾ കഴിച്ച് പോകുന്നതായിരിക്കും. മഗ്നോളിയ എന്ന് പറഞ്ഞ് ഇട്ടപ്പോൾ പണി തീരാത്ത ഏതോ മോളിലാണ് വന്നിരിക്കുന്നത് കേട്ടാ. മോളെ ഇത് മന്ത്രി മോളാന്ന് തോന്നുന്നു. പണി നടക്കുന്നതേ ഉള്ളൂ നോക്ക്. പക്ഷെ ഇവിടെ മഗ്നോളിയ ഓപ്പൺ ആണ്. ഇവിടെ എല്ലാം ഉണ്ടോന്ന് അറിയില്ല. നമുക്ക് അവരുടെ ബനാന പുഡിംഗ് മതി, അതാണ് മെയിൻ തിങ് വേണ്ടത്. ഇവിടെ ഉണ്ട്, സാധനങ്ങളുണ്ട് അല്ലേ? കിട്ടില്ല. ഒരു ഫോറിൻ സെറ്റപ്പ് അല്ലേ ഈ. എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും ഇന്റർനാഷണൽ ക്വാളിറ്റി ഫുഡ് ഉണ്ടല്ലോ കേരളത്തിൽ കിട്ടില്ല. എന്താ ബനാന പുഡിംഗ് ലാർജ് സ്മോള്? നമുക്ക് സ്മോള് മതി, ധാരാളം. കണ്ടിട്ട് കൊതിയായിട്ടുണ്ടല്ലോ. ബ്ലൂബെറി ജംബോറെ ചോക്ലേറ്റ് ഹേസൽനട്ട് ബനാന പുഡിംഗ്, അതെന്തായാലും എടുക്കാം. എഗ്ലെസ് കാരമൽ പീക്കാൺ കേക്ക്. സാധാരണ 1 കിലോന്റെ കേക്കിന്റെ റേറ്റ് ആണ് ഇവിടെ ഒരു സ്ലൈസിന്. ഓ, പിന്നെ വനില ചീസ് കേക്ക് ലുക്ക് സോ ഗുഡ്. നോ, കാരമൽ പീക്കാൺ വനില ചീസ് കേക്ക്, ക്ലാസിക് ബനാന പുഡിംഗ്. പക്ഷെ നമുക്ക് ഹേസൽനട്ട് തന്നെ എടുക്കാം. സ്ട്രോബെറി കേക്കിന്റെ ഒരു സ്ലൈസ്, പക്ഷെ അത് 1.5 സ്ലൈസ് ആയിരിക്കും. ആ ചോക്ലേറ്റ് കേക്ക് വലിയ സ്ലൈസ് ആയിരിക്കും. അത് പക്ഷെ മറ്റേ ബട്ടർ ക്രീം ജെഫറിന് ഇഷ്ടമുള്ള ടൈപ്പ് ഇല്ലേ, എടുക്കോ? എന്തൊരു ചിരി. തുടങ്ങിയിട്ടേ ഉള്ളൂ, 10 ഡെസേർട്ട് കഴിക്കണ്ട. ആ സ്ലൈസിന്റെ സൈസ് കണ്ട. ആ കേക്കിന്റെ തിക്നെസ് കണ്ട, ഇത്രയും തിക്കാണ്. ഇതാണ് ഒരു സ്ലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ സ്ലൈസിൽ ഇത്രയും ഇതുണ്ട്. ചോക്ലേറ്റ് കേക്ക്, ലുക്ക് അറ്റ് ദിസ്. ഞാൻ ഇതൊന്ന് തുറന്ന് എപ്പോഴും സമ്മതിക്കൂല. വെപ്രാളം പിടിക്കല്ലേ, ഫുഡ് വരുമ്പോ ഒരു മര്യാദ കാണിക്കും. അത് ഫോട്ടോയ്ക്ക് വേണ്ടിയല്ലേ. ഓ, ബനാന പുഡിംഗ്, മൈ ഗോഡ്, ലുക്ക് സോ ഡെലിഷ്യസ്. ഒന്ന് ആണല്ലേ? നോക്കട്ടെ ഇതിന്റെ ടേസ്റ്റ്. ഇത് ഇന്നത്തെ വ്ളോഗ് എന്തായാലും കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും എന്തെങ്കിലും മധുരം പോയി കഴിക്കുക. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദിസ് ചോക്ലേറ്റ് കേക്ക്. ഇത് കണ്ടോ, ചോക്ലേറ്റിന്റെ ഇവിടെയൊക്കെ അവർ ചോക്ലേറ്റ് സോസ് പോലെ ഇട്ടിട്ടുണ്ട്. കാണുന്നില്ലേ? ആൻഡ് ഇത് ചോക്ലേറ്റ് ബട്ടർ ക്രീം ആണ്. നൗഡേസ് ബട്ടർ ക്രീം ഇസ് വെരി റെയർ. ഫ്രഷ് ക്രീം ആണല്ലോ എല്ലാവരും ചെയ്യുന്നത്. ഇത് എന്തൊരു റിച്ച് ഡെൻസാന്നറിയോ ഇവിടെ. ഓ, സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ പണ്ടത്തെ കാലത്ത് നമ്മുടെ ലോക്കൽ ബേക്കറികളിൽ ഫ്രഷ് ക്രീം അല്ല ഇതുപോലെ ബട്ടർ ക്രീം മാത്രമേ കിട്ടുള്ളായിരുന്നു. അതിൻ്റെ ഒരു ഏറ്റവും ഹയസ്റ്റ് ക്വാളിറ്റി വേർഷൻ, ദാറ്റ് ഇൻറ്റു 10 times ദ ക്വാളിറ്റി. അതാണ് നമുക്ക് ഇതിൽ ഫീൽ ചെയ്യുന്നത്. എന്തൊരു സ്മൂത്താന്ന് പറയുന്നത്. ക്രീം സോ സ്മൂത്ത്, can just taste the butter, literally butter, sugar and cocoa. Heavenly. ഇവിടുത്തെ ബനാന പുഡിംഗ് ആണ് ഏറ്റവും പോപ്പുലർ. പക്ഷെ ഇത് ബനാന വിത്ത് ഹേസൽനട്ട് ആണ്. നോക്കട്ടെ. ഓ, ഇത് അകം നോക്ക്. ബനാനാസ്, ഹേസൽനട്ട് ക്രഞ്ച്, ക്രീം. ഫസ്റ്റ് ഇടുന്ന ടേസ്റ്റ് ബനാനയുടെയാണ്. അതിൻ്റെ അകത്ത് ചോക്ലേറ്റ് ചിപ്സ് അല്ല, ഹേസൽനട്ട് ചോക്ലേറ്റ് ചങ്ക്സിൻ്റെ ഫ്ലേവർ കിടക്കുന്നുണ്ട്.
then you have that pudding custard and all that. പക്ഷേ സ്റ്റാൻഡ് ഔട്ട് ഫ്ലേവർ ഇസ് ദ ബനാന. ഒരു പെർഫെക്റ്റ് ബാലൻസിങ് ആണ്. ടു ഗുഡ്. മേ ബി ദ വേൾഡ്സ് ബെസ്റ്റ് ബനാന പുഡിംഗ് എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. മസ്റ്റ് ട്രൈ. സാധാരണ എനിക്ക് നോർത്ത് ഇന്ത്യൻ സ്വീറ്റ് ഒട്ടും ഇഷ്ടമല്ല, പക്ഷെ അന്ന് പറഞ്ഞു ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ നോർത്ത് ഇന്ത്യൻ സ്വീറ്റ്സ് വരെ വാങ്ങിക്കൊണ്ട് വന്ന ഒരു സ്ഥലം ഉണ്ടെന്ന്. നമ്മുടെ ചേർച്ച് സ്ട്രീറ്റിൻ്റെ അടുത്താണ്, പേരറിയില്ല, എംബാറിൻ്റെ തൊട്ടടുത്താണ്. സോ നമ്മൾ ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ട് മക്നോളിയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഈ സ്ഥലവും. അതുകൊണ്ട് എന്താണ് നോക്കാം, ഈ ഗുലാബ് ജാമുൻ റസഗുള്ളയില്ല അതിൻ്റെയൊക്കെ കുറച്ച് വെറൈറ്റി സംതിങ് ഒന്ന് ചംചമോ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാന്ന് തോന്നുന്നു, ഭയങ്കര പോപ്പുലർ ആണ്. എൻ്റെ സ്ഥലം കേട്ടാ KC ദാസ് എന്ന് പറഞ്ഞ സ്വീറ്റ് ഷോപ്പാണ്. എനിക്ക് തോന്നുന്നു ബാംഗ്ലൂരിലുള്ളവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഏതോ ഭയങ്കര ഫേമസ് സ്ഥലത്തല്ലേ ചർച്ച് സ്ട്രീറ്റ്. ഇവിടെ കോഷീസ്, പിന്നെ അവിടെ നമ്മുടെ എംപയർ എല്ലാം അടുത്ത് തന്നെയാണല്ലോ. ബാ, എനിക്കൊന്ന് ഈ സാധനങ്ങളൊക്കെയാണ് ഏറ്റവും പോപ്പുലർ എന്ന് തോന്നുന്നു കേട്ടോ. അതെ ഇത് തന്നെ ലാൽ മോഹൻ ഡയറ്റ് ജമൂൻ. അതെന്താ ഡയറ്റ് ജമൂൻ? കേസർ ഭോഗ്. ഓ ഡയറ്റ് രസഗുള്ള. അതെന്താവോ ഡയറ്റ് രസമല്ലായി. ഡയറ്റ് എന്ന് പറഞ്ഞാൽ എനിക്കത് ഷുഗർ ഫ്രീ ആയിരിക്കും ചിലപ്പോ. കൊള്ളാവോ? ആദ്യമേ നമുക്ക് ഡയറ്റ് രസഗുള്ള എന്താ സംഭവം എന്ന് നോക്കട്ടെ. മധുരം ഉണ്ടോ എന്നോ? മധുരമൊക്കെ ഉണ്ട്, കുറവാണ്. കുഴപ്പമില്ല കേട്ടോ. ഒബിയസ്ലി റിയൽ രസഗുള്ളയുടെ അത്രയും ടേസ്റ്റ് ഒന്നുമില്ല. രസഗുള്ളയുടെ കൺസിസ്റ്റൻസി ഒക്കെ സെയിം ആണ്, പക്ഷെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. പിന്നെ ഡയബറ്റിക് പേഷ്യൻസ് ഓക്കെ, അവർക്ക് കഴിക്കാവുന്നേ ഉള്ളൂ. അടുത്തത് എനിക്കൊന്ന് മധുരം കുറവ് ഇതായിരിക്കും, റസ്മലായി. ഓ എന്തൊരു മിൽക്കിയാന്ന് നോക്ക്. എൻ്റെ പാല് മാത്രം കുടിച്ചു നോക്കട്ടെ. ഓ റിച്ച് ബദാം മിൽക്ക്. ഞാൻ കൂടി സോഫ്റ്റ് ആയിട്ടുള്ള റസ്മലായി. ഓ ക്വാളിറ്റി നമുക്ക് കാണാൻ കണ്ടിൻ്റെ ഇതിൻ്റെ അകത്ത് ആ പനീറൊക്കെ ഇങ്ങനെ ഇങ്ങനെ കുതിർന്ന് കിടക്കുന്നത്. ലിറ്ററലി ബദാം മിൽക്കിന്റെ ടേസ്റ്റ് തന്നെയാണ്. ആ റസ്മലായി ഫുൾ സോക്ക് ചെയ്തിട്ടുണ്ട്, അടിപൊളി. ഫൈനലി ഗുലാബ് ജാമുൻ അല്ല, എന്താ മോഹൻ ജമൂണോ അങ്ങനെ എന്തോ ഇതിന്റെ പേര്. ഇത് ഭയങ്കര ക്രിസ്പാണ് വെളിയിൽ. ഓ ബെസ്റ്റ് ഡിഷ് ഇൻ ദിസ്. ഭയങ്കര ക്രിസ്പിയാണ് അത്. അകത്ത് ഈ ഷുഗർ സിറപ്പ് ഓവർ സ്വീറ്റ് അല്ല, വേറെ റോസ് അങ്ങനെയൊന്നുമില്ല, നല്ലൊരു ഷുഗർ സിറപ്പിന്റെ ടേസ്റ്റ് മാത്രമേ ഉള്ളൂ. അത് മൊത്തം ഇതിൻ്റെ അകത്ത് സോക്കുമായിട്ടുണ്ട്. മൂന്നും അടിപൊളി. ഇതാണ് ഏറ്റവും ബെസ്റ്റ്. ഇറങ്ങുമ്പോൾ ഇവിടുന്ന് കുറച്ച് പാർസൽ വാങ്ങാമെന്ന് വിചാരിച്ചു. ഇത് അവിടെ ടർക്കിഷ് ഡിലൈറ്റ്, അത് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു റെപ്യൂട്ടഡ് ബേക്കറി കാണുന്നത്. പ്രിയയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്, സോ അത് വാങ്ങാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു വലിയ ചട്ടിയിൽ എന്താണ് കൊടുക്കുന്നതെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു സ്വീറ്റ് കേടുന്നത്. ഇത് മിക്സ് ചെയ്ത് പോയി, അപ്പോൾ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിങ്ങനെ ട്രൈ ചെയ്ത് തന്നെ വയറ് കയറേ. അങ്ങനെയുണ്ട്. ലസ്സി പോലെ അല്ലല്ലോ. ലസ്സി പോലെ തന്നെ, പക്ഷേ ലസ്സിയുടെ കുറച്ച് കട്ടിയുള്ള പുഡിംഗ് വെർഷൻ ആണോ? ഞാൻ പറയാം, എനിക്ക് ഇന്ത്യൻ സ്വീറ്റ്സിനോട് പൊതുവെ ഇത് പുഡിംഗ് പോലെ തന്നെ ഉണ്ടല്ലോ, തൈര് പോലെ പോലും ഇല്ല. ചെറിയൊരു പൊടിയുണ്ട്. നമ്മൾ വെളിയിൽ യോഗേർട്ട് കഴിക്കില്ല, ഫ്ലേവേർഡ് യോഗേർട്ട്, അതിൻ്റെ കുറച്ചും കൂടി ഒരു ക്രീമിയോ മിൽക്കിയോ വേർഷൻ. ഒരു ഐസ്ക്രീമിനൊക്കെ ഒരു ചെറിയ ടേസ്റ്റ് വരുന്നുണ്ട്. സൂപ്പറായിട്ടാ. കുട്ടികൾക്കൊക്കെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ സെറ്റപ്പ് ആയിരിക്കും. വയറ്റിന് നല്ലതാണ്, പ്രോട്ടീനും ഉണ്ട്, കാൽഷ്യം ഉണ്ട്. പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ രാവിലത്തെ ഒരു ഡിസേർട്ടിൻ്റെ ഒരു കോട്ട തീരും. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ആക്ച്വലി അക്കാഡമിയാണ്. ദേ ഹാവ് ദ കുക്കിംഗ് സ്കൂൾ, എസ്പെഷ്യലി പേസ്ട്രീസ്. ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് വെൽ നോൺ ബേക്കറിയാണ് ലവോൺ. സോ ഐ തിങ്ക് സോ ഇവിടെ ചേർച്ച് സ്ട്രീറ്റിൽ ഇപ്പോൾ അവർ തുടങ്ങിയിട്ടുണ്ട്. അവിടെ പോയി അവരുടെ ഏറ്റവും ബെസ്റ്റ് ഞാൻ കേട്ടിരിക്കുന്ന ക്രൊസോൺസ് ഒക്കെയാണ്. പക്ഷെ നമുക്ക് നോക്കിയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാം. എനിക്ക് ഒരു തവണ വരണം എന്നുണ്ടായിരുന്നു. അത് മേ ബി നെക്സ്റ്റ് ടൈം പ്രിയൊക്കെ ആയിട്ട് വരുമ്പോൾ പോവാം. ശില്പ ഷെട്ടിയുടെ റെസ്റ്റോറൻറ്റാണ് ബാസ്റ്റിൻ. ഭയങ്കര നല്ല കാര്യങ്ങളൊക്കെ കേട്ടിരിക്കുന്നത്. ഒരു സെറ്റ് മെനു ഒക്കെ ഉണ്ട് 1500 രൂപയ്ക്ക് വീക്ക് ഡേയ്സ്. പക്ഷെ ഇപ്പം നമ്മൾ പോകുന്നത് ലവോൺ. ഭയങ്കര റഷ്. എനിക്കൊന്ന് സൺഡേ ബ്രഞ്ചും കൂടി ഉള്ളതുകൊണ്ടായിരിക്കും ഞങ്ങളപ്പോൾ ഇത് വിട്ടിട്ട് ട്രഫിൾസിലും എല്ലാം പോയി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും ലവോൺ മസ്റ്റ് ട്രൈ ആണ്, കാരണം അത്ര അടിപൊളി ഡിസേർട്ട്സ് ആണ്. പക്ഷെ ഒരുപാട് നേരമൊന്നും നമുക്ക് വെയിറ്റ് ചെയ്യാൻ ഉള്ള ക്ഷമയില്ല. ഇന്ന് കുറേ സ്ഥലത്ത് പോകാനുണ്ട് ഓടി ഓടി. ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് ഇനി വൈകുന്നേരം നേരെ കോരമംഗലിലേക്ക് പോകണം. അവിടുത്തെ കുറച്ച് ചോക്ലേറ്റ് കേക്ക്സും
പിന്നെ കുറച്ച് ബൺസും ചുറോസും അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. പറ്റുമെങ്കിൽ ലാസ്റ്റ് ഒരു ഐസ്ക്രീം പറ്റുമോ? പറ്റിക്കണം. DBC പറ്റുമോ? DBC എന്തെങ്കിലും പറയാനുണ്ടോ? ഫിറ്റ്നസിനോടുള്ള കമ്മിറ്റ്മെന്റ് വേറെ ലെവലല്ല. 10 കിലോ നാട്ടിൽ നിന്ന് ഷട്ടിൽ ഫുൾ കിറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ആലോചിച്ച് നോക്ക്. വർക്കൗട്ട് അല്ലാതെ കാർഡിയോ 2 മണിക്കൂർ ഷട്ടിൽ കളിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണമെങ്കിലും കഴിക്കാം. ഒരു 2500 കാലറി ആയിരിക്കും അങ്ങോട്ട് കത്തുന്നത്. ഞങ്ങളൊരു 10 കിലോമീറ്ററോളം വന്ന് ഇലോഹിം ഷട്ടിൽ കോർട്ടിലാണ് ഇന്നത്തെ ഷട്ടിൽ കളിയൊക്കെ നടക്കാൻ പോകുന്നത്. ജെഫറിന്റെ ഫ്രണ്ട്സ് ഒക്കെ എവിടെയാണ് കളിക്കുന്നത്. ഭയങ്കര സെറ്റപ്പ് ആണല്ലോ. 1 3 4 കോർട്ടാണ് എൻ്റെ അകത്ത്. അത് തന്നെ മുകളിലും ഉണ്ട് ഇതുപോലെ സെക്കൻഡ് ഫ്ലോറിലും. ഓക്കെ, അപ്പോൾ ഇനി ഷട്ടിൽ കളി കഴിഞ്ഞിട്ട് കളിക്കാം. ഇവിടെ തന്നെ എല്ലാം റെന്റിനും കിട്ടും. മണിക്കൂറാണ് നമ്മൾ കളിക്കുന്നത്. ജെഫ്രി ഓടി ഉണ്ടല്ലോ. ഇത് കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പായിരിക്കും കേട്ടോ ആശാന്റെ. കൂടുതൽ ഡയലോഗ് അടിയാണ്. അത് എന്തോ അടി ഉണ്ടാക്കുന്നുണ്ടോ അവിടെ. 2 മണിക്കൂറൊക്കെ കളിച്ചു കഴിഞ്ഞാൽ, അത് എസ്പെഷ്യലി ആണ് സൺഡേ, നമ്മുടെ ഓഫ് ഡേയിൽ നമ്മൾ ഇങ്ങനെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ചീറ്റ് ചെയ്യുന്നതിലൊന്നും കുഴപ്പമില്ല കേട്ടോ. അതുകൊണ്ട് ഇന്ന് മിക്കവാറും ഡിന്നറിന് ഒരു DBC കൂടെ കഴിക്കുന്നതായിരിക്കും. അടുത്ത നമ്മൾ ഡെസേർട്ടിന് വന്നിരിക്കുന്നത് ഡ്യൂ ആർട്ട് കഫേ ആണ്. ഇത് നമ്മുടെ നാട്ടിലത്തെ കാശീസ് ആർട്ട് കഫേ പോലെ. ഇവരുടെ ചോക്ലേറ്റ് കേക്ക് ഐ ഫീൽ ഇസ് ബെറ്റർ ദാൻ കാശി. ഇറ്റ്സ് സോ മോയ്സ്റ്റ്, ഇറ്റ്സ് സോ റിച്ച്, സോ ചോക്ലേറ്റി. അതിന് ഒരെണ്ണം ഓർഡർ ചെയ്താൽ 2 പേർക്ക് സുഖമായിട്ട് കഴിക്കാം. ഇതെന്തായാലും ഞങ്ങളുടെ ഒരു മസ്റ്റ് ട്രൈ ചോക്ലേറ്റ് സ്പോട്ട്, അല്ല ഡെസേർട്ട് സ്പോട്ട് ഇൻ ബാംഗ്ലൂർ ആണ്. പോപ്പുലർ ആണെന്ന് മനസ്സിലാക്കാനായിട്ട് വെയിറ്റിംഗ് ആണ് ഡെസേർട്ടിനും കഫേയിലും കയറാനായിട്ട്. സോ വീക്കെൻഡ്സ് വന്നു കഴിഞ്ഞാൽ വെയിറ്റിംഗ് ഒരു മിനിമം ഒരു 15 മിനിറ്റ്സ് എക്സ്പെക്ട് ചെയ്യാം. ഭയങ്കര റഷ് ഉണ്ട്. നല്ല കിട്ടില്ല ആംബിയൻസ് അല്ലേ. നല്ല റെസ്റ്റോറൻറ്റ്, നല്ല ആംബിയൻസ് ഉണ്ട്. ഫുഡെല്ലാം നല്ല, നമ്മൾ പണ്ടൊന്നും കഴിച്ചിട്ടുണ്ടോ? ഓംലെറ്റ് എന്ത് സൈസ് ആയിരുന്നു ഓർമ്മയുണ്ടോ? ചീസ് ഓംലെറ്റ്. അപ്പൊ കേക്ക് മാത്രം കൂടെ തന്നെയാണ് നമ്മൾ കേക്ക് കഴിച്ചത്. അതെ അതെ അതെ, അതിൻ്റെ കൂടെ തന്നെയാണ്. എന്തായാലും കേക്ക് ഒന്നും കൂടെ ഓർഡർ ചെയ്യാം. നിങ്ങൾക്ക് ധൈര്യത്തോടെ വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഡ്യൂ ആർട്ട് കഫേ. ഓക്കെ, സോ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ആദ്യമേ സോസ് മാത്രം കഴിക്കട്ടെ. ഇത് ആക്ച്വലി നമ്മുടെ സാധാരണ ഡാർക്ക് ചോക്ലേറ്റ് കേക്ക് സോസ് പോലെയല്ല. മിൽക്ക് മെയ്ഡ് ഇല്ലേ, മിൽക്ക് മെയ്ഡും കൊക്കോയും കൂടെ മിക്സ് ചെയ്ത ഒരു ടേസ്റ്റാണ്. വിത്ത് ഷുഗർ, ഓബ്വിയസ്ലി ഷുഗർ കാണില്ല. ഇതിപ്പോൾ മിൽക്ക് മെയ്ഡും കൊക്കോ മാത്രമേ കാണുള്ളൂ. ഇത് കേക്ക് എല്ലാവരും കൊതിപ്പിച്ചുണ്ടല്ലോ. കേക്ക് കട്ട് ചെയ്യുന്ന നോക്കിക്കോ. കിട്ടുന്നുണ്ടല്ലോ, ബ്ലറൊന്നുമല്ലല്ലോ. ഓക്കെ, ഇതിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വീഴും ഒരു പീസ്. അതിൽ നമ്മൾ കുറച്ച് ഈ സോസ് എടുത്ത് ഇങ്ങനെ മുകളിലേക്ക് ഇടും. കിട്ടിയോ? ഓക്കെ, ഇനി അടിയിൽ നിന്ന് സോസും കൂടെ എടുത്ത് ഇതെല്ലാം കൂടെ ഇങ്ങനെ വെച്ച് ഈ കേക്ക് ഒട്ടും ഡ്രൈ അല്ല, ഭയങ്കര ഒരു എഗ്ഗി ടേസ്റ്റ് ഉണ്ട്. യു ക്യാൻ ജസ്റ്റ് സേവർ ഇറ്റ്, എൻജോയ്. കുറച്ച് ടൈം എടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്ന് കഴിക്കാൻ പറ്റിയൊരു ടൈപ്പ് കേക്കാണ്. വെറുതെ ഒന്നൊരു മധുരത്തിന് വേണ്ടി കഴിക്കുന്നതല്ല. ഇറ്റ്സ് ലൈക്ക് ഒരു എന്താ പറയുന്ന ഒരു ഇവന്റ് തന്നെയാണ് ഈ കേക്ക് കഴിക്കുന്നത്. ഭയങ്കര ഡെലിഷ്യസ്, വേൾഡ്സ് ബെസ്റ്റ് കേക്ക് ഒന്നുമല്ല, പക്ഷെ ഒരു സംഭവമാണ്, ഒരു ഫീലാണ്. ഇറ്റ്സ് റിയലി ഗുഡ്. ഞാൻ പറഞ്ഞതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്. കേക്ക് മാത്രമായിട്ട് കഴിച്ചാൽ ഡ്രൈ ആണ്, പക്ഷെ സോസ് ഇട്ട് കഴിക്കുമ്പോൾ പെർഫെക്റ്റ് ആണ്. ഒരു ഫഡ്ജ് ബ്രൗണി ഒക്കെ ഇല്ലേ, ഏകദേശം ആ ഒരു ഫീലിംഗ് കിട്ടുന്നത്. സോ എക്സ്ട്രാ സോസ് വേണമെങ്കിൽ 50 രൂപ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ സോസ് ഒഴിച്ച് നന്ന മോയിസ്റ്റ് ആയിട്ട് കഴിക്കാം. പക്ഷെ കേക്ക് മാത്രം കഴിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് വെരി ഡ്രൈ, ബട്ട് ഇറ്റ്സ് ഓക്കെ. വിത്ത് ദ സോസ് ഇറ്റ്സ് റിയലി ഗുഡ്. ഇത് കുഴപ്പമില്ല കേട്ടോ. വലിയ കേക്കിന് 190 റുപ്പീസ്, പക്ഷെ ഇവർക്ക് കമ്പൽസറി സർവീസ് ചാർജ് ഉണ്ട്. അത് 10% ആണ്. 10% ഓഫ് ദ ബിൽ വിൽ ബി ഇവരുടെ ടിപ്പ്. പിന്നെ 10 രൂപ GST. സോ ടോട്ടൽ 209 നമ്മുടെ ചോക്ലേറ്റ് കേക്കിന്. ആക്ച്വലി ഞങ്ങൾ നടന്ന് പോകുന്ന വഴിക്ക് കണ്ടതാണ്. ഞാൻ പണ്ട് കണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര നല്ല ബേക്ക്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് കിട്ടും. ഓൾഡ് മദ്രാസ് ബേക്കിംഗ് കമ്പനി. സോ നമ്മുടെ ഡെസേർട്ട് ഹണ്ടിൽ എനിക്ക് തോന്നുന്നു ഇതും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്നാണ് തോന്നുന്നത്. ഇവിടെ എല്ലാം ഇവർ തന്നെ ബേക്ക് ചെയ്യുന്നതാണ്. പക്ഷേ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് കസ്റ്റേർഡ് ബൺ. ഭാഗ്യത്തിന് ഒരെണ്ണം ഉണ്ട് ബാക്കി. അത് തന്നെ എന്തായാലും ട്രൈ ചെയ്യാം. ദിസ് ലുക്സ് സോ ഗുഡ്. ന്യൂട്ടെല്ല ബ്രിയോഷ്. പിന്നെ ഇവരുടെ കീഴും അങ്ങനത്തെയൊക്കെ നല്ലതാണ്. ക്രീം ക്രോissant, ഡാനിഷ് വേണ്ട, ബൺ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതെന്തായാലും ട്രൈ ചെയ്യാം. കസ്റ്റേർഡ് ബൺ, ബെൽജിയം ടാർട്ട്, പാഷൻ ഫ്രൂട്ട് ടാർട്ട്, കീ ലൈം ടാർട്ട്. എന്ത് രസവും കാണാൻ. പെർഫെക്റ്റ്ലി ബേക്ക്ഡ് ആൻഡ് മെയ്ഡ് ഡെസേർട്ട് പോലെ ഇല്ലേ.
എന്തൊരു സ്റ്റാൻഡേർഡ് ഇപ്പോൾ ഫുഡ്, അതുപോലെ തന്നെ റേറ്റും കൂടിയിട്ടുണ്ട്. പക്ഷേ ഇത്രയും ചെറിയ ഫുഡിനൊക്കെ പണ്ട് നമുക്ക് 140 ഒക്കെ കൊടുക്കുന്ന ആലോചിക്കാൻ പറ്റുമായിരുന്നു. ഓക്കെ, സോ കസ്റ്റേർഡ് ബൺ, ഹെവൻലി സ്മെൽ. ബൺ ആൻഡ് ചോക്ലേറ്റിനെ കാട്ടിയൊക്കെ നല്ല സ്മെല്ലുണ്ടല്ലോ. ബൺ ആൻഡ് കസ്റ്റേർഡ് ആണ്. ഇവർ ചെറുതായി ചൂടാക്കിയിട്ടുണ്ട്. കസ്റ്റേർഡ് സ്റ്റിൽ കോൾഡ് ആൻഡ് ബൺ ഇസ് വോം. നോക്ക് എന്ത് സോഫ്റ്റ് ആണ്. ഇറ്റ്സ് സോ ബട്ടറി ആൻഡ് ആ ഗ്ലേസിങ് കാണാമോ ബണ്ണിൻ്റെ? ജെഫ്രിൻ ബൺ കുതിയനാണ് കേട്ടോ. ഭയങ്കര ബണ്ണിനുള്ള ഒരു അഡിക്റ്റ് ആണ്. നോക്കട്ടെ, ഇങ്ങനെ പൊട്ടിച്ച് മൈ ഗോഡ്, ഇറ്റ്സ് മോർ ലൈക്ക് കസ്റ്റേർഡ് ക്രീമാണ്. ഫ്രഷ് ക്രീമിൽ കസ്റ്റേർഡിൻ്റെ ഫ്ലേവർ, പെർഫെക്റ്റ്ലി എഗ്ഗി സ്വീറ്റ് ഒരു കസ്റ്റേർഡും ആൻഡ് ദിസ് ബണ്ണോ. ലാസ്റ്റ് കസ്റ്റേർഡ് ബണ്ണായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഭയങ്കര അൺഎക്സ്പെക്റ്റഡ്. ഞങ്ങൾ വെറുതെ ഇത് നോക്കി വന്ന സ്ഥലമല്ല. ബണ്ണിന് കുറച്ച് ഉപ്പും ഉണ്ട്, ചെറിയ സോൾട്ട്നെസ് ഉണ്ട്. സോ എല്ലാം കൂടെ ഒരു എക്സ്പ്ലോഷൻ ഓഫ് ഗുഡ്നെസ് ഇൻ യുവർ മൗത്താണ്. ശരിക്കും ഒരു എന്താ പറയുക, ഒരു പെർഫെക്റ്റ് ബൺ ഡിസേർട്ടാണിത്. 100% മസ്റ്റ് ട്രൈ. ഇതുകൂടെ ഒന്നും വേണമെങ്കിൽ കഴിക്കാം. അപ്പം അറിയാം നമ്മൾ വെറുതെ എക്സാജറേഷൻ ആണോ. തീർന്നു പോയി. ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ, മേടിച്ച് പാസ്വേഡ് ഒന്നും പറയാനില്ല. അതാ പറഞ്ഞേ. ഈ സാധനം ക്രീമല്ലേ, അതുപോലെ ബണ്ണോ എന്തൊരു സോഫ്റ്റാ. നേരെ ചെറിയൊരു ചെറിയ സോൾട്ട്നെസ് ഉണ്ട്. അടിപൊളി. ഓക്കെ, അടുത്ത മേടിക്കാം. അടുത്ത സ്ഥലത്തേക്ക് പോകും. എല്ലായിടത്തും ഒരു സാധനം വാങ്ങാൻ പറ്റുള്ളൂ. ടേസ്റ്റ് കൂടി എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാ പ്രിയ വേണമെന്ന് പറഞ്ഞാൽ. പ്രിയ ആണെങ്കിൽ ടേസ്റ്റ് കൂടി ആണെങ്കിൽ അത് 2-3 മേടിക്കും. ബണ്ണിന്റെ കഫേ, എന്തോരം കഫേസ് അല്ലേ ഇപ്പൊ. എന്ത് രസമാണ് നോക്ക്. എല്ലാം മറ്റേ ഭയങ്കര ഇൻസ്റ്റാഗ്രാമബിൾ സ്പേസ് പോലെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ബൺസ് ആൻഡ് ബട്ടർ. ഓ, അടുത്ത ചെറിയ സ്പേസ്, പേർഷ്യൻ സ്പേസ്. കുനാഫ ആൻഡ് ബാക്ലവ. നമ്മള് ചുറോസ് ആണ് കഴിക്കാൻ പോകുന്നേ. ചുറോസ് എന്തായാലും കഴിക്കണം. കുനാഫ നോക്കട്ടെ, റേറ്റിംഗ് നല്ലതാണെങ്കിൽ കഴിക്കാം. ഇത് കണ്ടിട്ട് റേറ്റിംഗ് വളരെ കുറവാണ് ആക്ച്വലി. കുറവ് ഇൻ ദ സെൻസ് നമ്പർ ഓഫ് റേറ്റിംഗ്സ് കുറവാണ്. അതുകൊണ്ട് ഇത് പക്ഷേ നമുക്ക് എനിക്ക് കണ്ടിട്ട് ഇവർ ടർക്കിഷിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. സോ എന്തെങ്കിലും ഒരു സംഭവം കാണാനാണ് സാധ്യത. കയറാം, ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ട്രൈ ചെയ്യാലോ. ബാക്ലാവാസ് കുറേ ഉണ്ട്, പക്ഷെ നമുക്ക് ബാക്ലാവ വേണ്ട, നമുക്ക് കുനാഫ തന്നെ ട്രൈ ചെയ്യാം. പ്രൈസ് ക്രീം കുനാഫ ഉണ്ട്, അത് എനിക്ക് ഇഷ്ടമല്ല. 289. ചീസ് കുനാഫയ്ക്ക് 319 ആ ഫ്രഷ് ആയിട്ട് ഇവിടെ ഉണ്ടാക്കുന്ന സെറ്റപ്പ് ആയിട്ടാണ്. കൊള്ളാലോ. ഒരു 2 പേർക്ക് നിൽക്കാം, ഒരു സെറ്റപ്പും ഇല്ല. ഇപ്പം നല്ല മണം വരുന്നുണ്ട്. ആ മണം നമ്മുടെ മറ്റേ ഗൾഫിലൊക്കെ കിട്ടുന്ന ഒരു ഫീലിംഗ് ആണ്. സാധനം നല്ലതായ മതിയായിരുന്നു. ഹിഡൻ ഫൈൻസ് നല്ലതാകുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. സോ കുനാഫ ലുക്ക് സോ ഗുഡ്. ഇത് പക്ഷെ ഉടനെയൊന്നും കഴിക്കാൻ പറ്റില്ല, ഭയങ്കര ചൂട്. പുട്ട് ലൈക്ക് എനിക്കൊന്ന് കുറച്ച് ക്രഷ്ഡ് പിസ്താഷ്യോ മുകളിൽ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. എക്സ്ട്രാ ഷുഗർ സിറപ്പ് തന്നിട്ടുണ്ട്. ദിസ് ലുക്ക് സോ നൈസ്. അത്യാവശ്യം സൈസും ഉണ്ട് കേട്ടോ. ഇതാ മുറിക്കുമ്പോഴുള്ള സൗണ്ട് കേട്ടോ കേട്ടാ. കണ്ടാ ഇതൊരു ക്രിസ്പ്. അതിന് ചീസ് പുള്ള് വരുമോ നോക്കട്ടെ. ചീസ് കൂടെ ആയതുകൊണ്ട് മുറിഞ്ഞു വരില്ല. പക്ഷെ ക്രീം ചീസ് ആണെന്ന് തോന്നുന്നു. ആ ക്രീം അല്ല, കുറച്ച് ചീസ് ഉണ്ട്, എന്താണെന്ന് അറിയില്ല. എനിക്ക് ആ ചൂട് കാരണം ചീസ് മെൽട്ട് ആയതാ, ക്രീം ചീസ് അല്ല കേട്ടോ ഇത്. നോക്കട്ടെ, ജെഫ്രിൻ പറയുന്നു വലിയ ചൂടില്ല എന്ന്. ഓ ചീസ് ഭയങ്കര ഇത് പക്ഷെ ആദ്യമേ കഴിക്കുമ്പോൾ ബട്ടറിൻ്റെ വർക്ക് ഇത് നോക്ക്. ബട്ടറില്ലേ, ഇവർ മുകളിൽ ഒരുപാട് ബട്ടർ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ഒരു ഫീലിംഗ് വരുന്നുണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ചീസും ആ ക്രിസ്പി കുനാഫയും ഷുഗർ സിറപ്പ് ഒഴിക്കണേ, കാരണം ഷുഗർ ഇല്ല അധികം ഓൾമോസ്റ്റ് ഇല്ല, കുറച്ചേ ഉള്ളൂ. ഭയങ്കര ഡെക്കഡൻ്റ് ആണ്, ഭയങ്കര റിച്ച് ആണ്. ഒത്തൻറ്റിക് മറ്റേ ഗൾഫിൽ കിട്ടുന്ന കുനാഫ പോലെ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഇറ്റ് റിസംബിൾസ് മോർ ഓഫ് ടർക്കിഷ് കുനാഫ, പക്ഷേ ഓവർ യൂസ് ഓഫ് ബട്ടർ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഡെക്കഡൻ്റ് റിച്ച് ഡിഷ് കിട്ടുന്നത്. ഞാൻ കഴിച്ചിരിക്കുന്നതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് കുനാഫയാണ് ഇൻ ദിസ് സൈഡ് ഓഫ് ദ വേൾഡ്. ഇന്ത്യയിൽ വെച്ച് നമ്മൾ മറ്റേ എംപയേഴ്സും കുനാഫ വേൾഡിലൊക്കെ കിട്ടുമെങ്കിലും ഇത്
ഒരു ഡിഫറെൻറ്റ് എന്താ പറയുന്ന ഒരു ടേസ്റ്റും ഒരു ഫീലിങ്ങും തന്നെയാണിത്. മസ്റ്റ് ട്രൈ ആണ്. പക്ഷെ ഭയങ്കര റിച്ച് ആയിരിക്കണം. ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒരിക്കലും കഴിക്കാൻ പറ്റില്ല. അടിപൊളി. ഇതാണ് ഹിഡൻ ജെംസ് എന്നൊക്കെ പറയുന്നത്. സൂപ്പർ. ഇതിൽ ഒരു ടിപ്പ് എനിക്ക് ആ കൂടെ പറയാനുള്ളത് എന്താ അറിയോ, കുറച്ചൊന്ന് ആറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. കുറച്ചും കൂടെ ആറിക്കഴിയുമ്പോൾ ആ ബട്ടറും അതൊക്കെ ഒന്ന് ഇറങ്ങി എല്ലാ ഫ്ലേവേഴ്സും ഒന്ന് സെറ്റിലായി കഴിയുമ്പോൾ ടേസ്റ്റ് ഡബിൾ ആവുന്നുണ്ട്. ഭയങ്കര ടേസ്റ്റാ. ക്രീം ചീസ് ഒന്നും ഓർഡർ ചെയ്യില്ല നിങ്ങൾ. ഭയങ്കര ലോട്ടസ് ബിസ്കോപ്പെ ന്യൂട്ടല്ല ഒന്നും ഓർഡർ ചെയ്യില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്ലെയിൻ ചീസ് കുനാഫ തന്നെ ട്രൈ ചെയ്യാം. ഫിറ്റായി കേട്ടാ കുറച്ച്. മധുരം കഴിച്ചപ്പോൾ നോക്കിയാൽ കണ്ണൊക്കെ ഇങ്ങനെ തൂങ്ങിയിരിക്കും. നിങ്ങൾ വെള്ളം അടിച്ചാൽ അത് തെറ്റിയരിക്കരുത്. ജെഫ്രിയുടെ ഷുഗർ കുറച്ച് കൂടുതൽ കയറി അല്ലെങ്കിൽ വയറ് കുറച്ച് എക്സ്ട്രാ നിറഞ്ഞാൽ പിന്നെ ഒരു ഫിറ്റായതിൻ്റെ ഇഫക്റ്റ് തന്നെയാണ്. ഒന്ന് പോയി മലന്നടിച്ച് കിടക്കണം, അതാണ് വേണ്ടത്. പക്ഷെ അത് ഇന്നൊന്നും നടക്കില്ല കേട്ടാ. ഇനി നടന്നോ അടുത്ത സ്ഥലത്തേക്ക് ചൂർറോസ് കഴിക്കാൻ. അത് പിന്നെ കുഴപ്പമില്ല, പിന്നെ ബർഗർ കഴിക്കാൻ പോണതാണ്. നമ്മള് ഇന്നത്തെ ഒരു ദിവസത്തെ ലാസ്റ്റ് ഡേ ചെയ്യാനായിട്ട് ചൂർറോലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത്. സോ ഇവിടെ ഓബ്വിയസ്ലി ചൂർറോസ് ആണ് ഇത് ചെയ്യുന്നതായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു ഐ തിങ്ക് സോ ദ ചൂർറോസ് ആർ വെരി നൈസ് ഓവർ ഹിയർ. എന്നാലും ഇതും കൂടെ ഒന്ന് കയറി ട്രൈ ചെയ്യാം. ഇന്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ സെയിം നമ്മുടെ ഒരു ചെയിൻ ഒക്കെ പോലെ തന്നെയാണ്. ഒരു റെസ്റ്റോറൻറ്റോ അല്ലെങ്കിൽ ഒരു കഫേ ഫീലിംഗ് ഒന്നുമല്ല. പക്ഷേ ഹോട്ട് ചോക്ലേറ്റ്, ബബിൾ ടീ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. ഞാൻ ഓർഡർ ചെയ്തത് പ്ലെയിൻ ചൂർറോസ് എന്ന് പറയുമ്പോൾ മറ്റേ ഷുഗർ ഡിപ്ഡ് ചൂർറോസ് വിത്ത് മിൽക്ക് ചോക്ലേറ്റ് ആണ്. ഓക്കെ, 3 ഓർഡർ ചെയ്തോളൂ. 3 സ്റ്റിക്ക്. 3 ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ പോർഷൻ ഓർഡർ ചെയ്തത്. അതിൽ 3 വരുള്ളൂ. 6 വേണോ? വേണ്ട. കുനാഫയൊക്കെ വായല ഇവിടെ താടിയിലൊക്കെ കയറിയിരിക്കുന്നു. ഫൈനൽ ഡിസേർട്ട് ഓഫ് ദ ഡേ. ഹോപ്പ്ഫുള്ളി ഇറ്റ് വിൽ നോട്ട് ഡിസപ്പോയിന്റ്. ഇന്ന് കഴിച്ച ഒരു ഡിസേർട്ടും ഡിസപ്പോയിന്റിംഗ് ആയിട്ടില്ല അല്ലേ. ഭയങ്കര എല്ലാം സൂപ്പർ ആയിരുന്നു. ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു. ചുറൂസ് ആദ്യം നിങ്ങൾ കിട്ടിയ നോർമലി യു ആർ നോട്ട് സപ്പോസ് ടു ഡു ഇത് ലൈക്ക് ടേബിൾ മാനേഴ്സ് എറ്റിക്കറ്റ് ഒന്നും അല്ല. പക്ഷെ ഇറ്റ് സ്മെൽസ് യൂറോപ്പ്. ഇറ്റ് സ്മെൽസ് ക്രിസ്മസ് ആൻഡ് യൂറോപ്പ്. ഭയങ്കര ഒരു യൂറോപ്യൻ സ്മെൽ. ഏറ്റവും കൂടുതൽ യൂറോപ്യൻ സ്മെല്ലുള്ളതാണ്. സിന്നമൺ, ഷുഗർ, മറ്റേ ഫ്ലവർ എല്ലാം കൂടെ ഉള്ളത്. സോ ഇത് ആദ്യമേ ഇറ്റ്സ് വെരി ക്രിസ്പ്. ഓക്കെ, പിടിച്ച ഒരു പട്ടി പോലെ തോന്നും. സോ ഇറ്റ്സ് സപ്പോസ് ബി വെരി ക്രിസ്പ് ഓൺ ദി ഔട്ട് സൈഡ്, വെരി സോഫ്റ്റ് ഓൺ ദി ഇൻസൈഡ്. As good as the ones you get in the Christmas markets of Europe. ഇനി എൻ്റെ കൂടെ ശരിക്കും ആവശ്യമില്ല കേട്ടോ ഡിപ്പ്. എന്നാലും ഞാൻ മിൽക്ക് ചോക്ലേറ്റ് എടുത്തത്. അമേസിങ്. ചോക്ലേറ്റ് ഓൾസോ ഗുഡ് ക്വാളിറ്റി. പക്ഷെ ഐ ക്യാൻ ഈറ്റ് ഇറ്റ് ജസ്റ്റ് ലൈക്ക് ദിസ്. സൂപ്പറായിട്ടുണ്ട്. കഴിച്ചിട്ടുണ്ടോ ചുറോസ് ഇതുവരെ? ഉണ്ടോ? ട്രൈ ചെയ്യും, അടിപൊളിയാണ്. ഈ കാണുന്ന ഹോൺ അടി മൊത്തം ട്രഫിൾസിലേക്കുള്ളതാണ്. ജെഫ്രിൻ ഇവിടത്തെ രാമേശ്വരത്തെ നമ്മൾ തിരക്ക് കണ്ടിട്ടുണ്ടല്ലോ. എന്താണല്ലേ രാമേശ്വരം ഒരുപാട് ഉത്സവപ്പറമ്പിൽ ശരിക്കും സത്യം അതാ തോന്നുന്നത്. ഇത് മൊത്തം ട്രഫിൾസിന്റെ ക്യൂ. എന്തൊക്കെ പറയണമെങ്കിൽ ഒന്ന് ഇങ്ങനത്തെ ഫുഡിന്, കോണ്ടിനെന്റൽ ഫുഡിന് ഏറ്റവും കൂടുതൽ തിരക്കും ഡിമാൻഡും ഉള്ളത് ട്രഫിൾസ് തന്നെയാണ്. വേറെ എവിടെ ഇത്രയും തിരക്ക് വന്നിട്ടില്ല. ഇത്രയും ബ്രാഞ്ച് ഉണ്ടായിട്ട് പോലും. എത്ര നേരം വെയിറ്റിംഗ് പറഞ്ഞത്? 25 മിനിറ്റ് കൂടുതലാണ്. നമ്മൾ വേറെ എവിടെയാണെങ്കിലും വെയിറ്റ് ചെയ്യാതെ പോയാല് ആയതുകൊണ്ട് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. അതെ, കാരണം വേറെ ഒന്നുമില്ല. വെയിറ്റ് ചെയ്താലും നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാഗ് ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ സംഭവം കിട്ടും. കയറിയിട്ട് 1/2 മണിക്കൂർ എടുക്കുന്ന കാട്ടി ബെറ്റർ ആണ് 20 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് കയറിയിട്ട് 5 മിനിറ്റ് ഫുഡ് കിട്ടുന്നത്. നല്ല എല്ലാം എന്ത് ഫുഡ് പറഞ്ഞാലും. പിന്നെ ഷട്ടിൽ കൂടെ കളിച്ചോണ്ട് നല്ല വിശപ്പുണ്ട്, നിൽക്കാൻ പറ്റുന്നില്ല. പാർസൽ കൗണ്ടർ അവിടെ ഇരിക്കുന്നു, ഇവിടെ ഇരിക്കുന്നു. കണക്കില്ല ഒരു ടിഷ്യൂവും കെച്ചപ്പൊക്കെ ഇതിനകത്തേക്ക് വലിച്ചിടുന്നത്. അൺബിലീവബിൾ. കാര്യമൊക്കെ പറയാതിരിക്കാൻ വയ്യ. ഇത്രയും തിരക്കുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ ഇത്രയും വൃത്തിയായിട്ടുള്ള ഒരു ബാത്റൂം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇൻക്ലൂഡിങ് മറ്റേ ടോയ്ലറ്റിൽ റാപ്പ് ചെയ്യാനുള്ള പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ. ടേബിൾ എന്തെങ്കിലും ആവട്ടെ. നമ്മൾ ഒരു ബർഗറാണ് പറഞ്ഞത്, നാച്ചോസ് പറഞ്ഞു. പക്ഷെ അതൊന്നും വന്നില്ല. ഇവിടെ നമുക്ക് ഒന്നും ചോദിക്കാൻ പറ്റില്ല, അത്രയും തിരക്കാണ്. എന്തെങ്കിലും വന്നു തന്നെ ഭാഗ്യം. ഹോപ്പ്ഫുള്ളി ഇതിന്റെ പഴയ ടേസ്റ്റ് തന്നെ കാണുമെന്ന് വിചാരിക്കുന്നു. പ്ലേറ്റ് വെച്ചോ? ഇതിന്റെ ലെയേഴ്സ് കണ്ടിട്ട് പക്കയാണ്. വെരി വെൽ കുക്ക് ലാമ്പ്. അതിന്റെ മേളിലത്തെ പാറ്റി ഇല്ലേ, അത് ചീസാണ്. ഇറ്റ്സ് ലൈക്ക് പാറ്റി സ്റ്റഫ്ഡ് വിത്ത് ചീസാണ്. പിന്നെ ടൊമാറ്റോസും വെജിറ്റബിൾസും. എന്തായാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. കണ്ട ആ പഴയ കൺസിസ്റ്റൻസി തന്നെ തോന്നിക്കുന്നുണ്ട്. ആസ് ഗുഡ് ആസ് ഇറ്റ് വാസ് ബാക്ക് മേ ബി അറൌണ്ട് 10 years ബാക്ക്. ലൗഡ് ഇറ്റ്. ഇത് ഡബിൾ എക്സൽ സൈസാണ്, എക്സൽ സൈസാണ്. ഇത് 2 പേർക്ക് സുഖമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. ഒരാളായിട്ട് വരുവാണെങ്കിൽ മട്ടൻ തന്നെ പറയാം.
ഇവരുടെ സാധാരണ ഓൾ അമേരിക്കൻ മട്ടൻ ചീസ് ബർഗർ അടിപൊളിയാണ്. ഫൈനലി നമ്മുടെ കോർണർ ഹൗസിലും കൂടെ പോയി കഴിഞ്ഞ് ആ DBCയും കൂടെ കഴിച്ചാൽ നമുക്ക് ബാംഗ്ലൂരിനോട് ബൈ ബൈ പറയാം. ഫൈനലി നമ്മുടെ 3 ദിവസത്തെ അതെ, ഫുഡിങ് അവസാനിക്കാൻ പോവാണ്. തീരാൻ വേണ്ടിയിട്ടുള്ള ഒരു കരിമരുന്ന് പ്രയോഗം. അതെ, കേറിക്കോ. ഫൈനലി കുറേ നാളുകൾക്ക് ശേഷം ഒരു DBC. ആഹാ. സോ ദിസ് കേക്ക്, ക്രീം, ചെറി, പീനട്ട്, ചോക്ലേറ്റ്, സോസ് ആൻഡ് വാനില ഐസ്ക്രീം. ഓ, എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഓക്കെ. നമ്മുടെ ജോർജിൻ, സ്വിറ്റ്സർലൻഡിലെ ജോർജിനൊക്കെ കൊതിയിട്ടിരിക്കുമായിരിക്കും. എല്ലാം കൂടെ എടുത്ത് സോസൊക്കെ നല്ല ചൂടുണ്ട്. ഓൾവേസ് ആൻഡ് ബാംഗ്ലൂർ ട്രിപ്പ് വിത്ത് DBC. അടിപൊളി. സോ ഹോപ്പ്ഫുള്ളി നിങ്ങൾ ഈ സ്വീറ്റ് വ്ളോഗ് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. വ്ളോഗ് സ്വീറ്റ് ആയിരുന്നു, വ്ളോഗ് ചെയ്യുന്നവരും സ്വീറ്റ് ആയിരുന്നു, കാണുന്നവരും സ്വീറ്റ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നിങ്ങളൊരു സ്വീറ്റ് കഴിക്കും എന്ന് വിചാരിക്കുന്നു. അടിപൊളി കൺക്ലൂഷൻ അല്ലേ? സോ ബാക്ക് ടു ഹോം ടുമോറോ. നമുക്കപ്പോൾ അടുത്തൊരു വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, ബൈ.